മോഹൻലാലിന്റെ സീനുകൾ പടം കണ്ടിട്ടുണ്ടായിരുന്നു. പടം കണ്ടായിരുന്നു. പടം കണ്ടു. എല്ലാവരും ടീം മൊത്തം ഹാപ്പിയാണ്. നമ്മളെല്ലാം ഹാപ്പിയാണ്. റെസ്പോൺസ് എങ്ങനെയാണ്? ലാലേട്ടൻ പിന്നെ പറയണ്ടല്ലോ, ഭയങ്കരമായിരുന്നു. ഭയങ്കര രസമായിരുന്നു. എക്സൈറ്റ്മെന്റ് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ചെറിയൊരു പടം, ഒരു സാധാരണ പടം കണ്ടിട്ട് ഇത്ര ഗംഭീര. ഇതിപ്പോ അങ്ങനെ ഒന്ന് കണ്ടാൽ മതി. എല്ലാവരും വരുന്നുണ്ട് ബാക്കിൽ. നേരിട്ട് ചോദിച്ചോ. നമ്മൾ കണ്ടില്ലേ? പിന്നെ എന്നാ ഞാൻ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ലാലേട്ടനുള്ള സിനിമകളിൽ ഉണ്ടാവും. ഈ ചെറിയ ഡ്രാമ നട്ട് ഒരുക്കി വെച്ചിട്ട് ഇത്രയും വലിയൊരു ഹൈപ്പ് ഉണ്ടാകുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നു. തിയേറ്റർ ഈ ഇമ്പാക്ട്, ഇത്ര വലിയ ഇമ്പാക്ട് കിട്ടുന്ന ഓൾറെഡി വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഫാമിലി ഡ്രാമ നല്ല സിനിമ കാണും. എനിക്ക് പറയാൻ കിട്ടുന്നില്ല. ഇതിന് വളരെ സന്തോഷം. എല്ലാവരും കാണാൻ ആഗ്രഹിച്ച സിനിമയല്ല, എല്ലാവരും കാണാൻ ആഗ്രഹിച്ചു. അപ്പം അത് ഡെലിവറി ചെയ്യാൻ പറ്റിയ സന്തോഷം. ചേച്ചി എങ്ങനെയുണ്ടെന്ന് ചേച്ചി? അതെന്റെ ഭാര്യയാടാ. മനസ്സിലായി. ലാലേട്ടൻ ഇങ്ങനെ കൊണ്ടുപോകുന്നതിൽ വലിയ നന്ദിയുണ്ട്. ലാലേട്ടൻ കൂടെ ഉള്ളതല്ലേ ഞാൻ. ഇതുപോലെ കൊണ്ടുപോകുന്നതിൽ വലിയ നന്ദിയുണ്ട്. അതാണ് ഞങ്ങളുടെ എഡിറ്റർ ഷഫീഖ്. വലിയൊരു സമയത്തുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കലായിരുന്നു. അപ്പം അത് ഏൽപ്പിക്കലും ഇങ്ങനെ സൈലന്റായിട്ട് വന്ന് കപ്പടിക്കാനുള്ള പരിപാടി. സൈലന്റ് അങ്ങനെയല്ല, ഞങ്ങളുടെ ആ സിനിമ ഇങ്ങനെയാണ് പ്രസന്റ് ചെയ്യാൻ തോന്നുന്നത്. അപ്പം അതിൻ്റെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഓരോ സിനിമ കണ്ടപ്പോൾ ഇതിങ്ങനെ പറയണമെന്ന് തോന്നി, ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് തോന്നി, ഇങ്ങനെയാണ് സർപ്രൈസുകൾ തരണമെന്ന് തോന്നി, കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വരണമെന്ന് തോന്നി. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു കിക്ക് കിട്ടി. ഞാനിതെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ലായിരുന്നു. എനിവേ നിങ്ങൾ എനിക്കറിയില്ലല്ലോ. അതെ അതെ. ഇല്ല, അത് അങ്ങനെ ഒരു ടൈറ്റിൽ കാർഡ് വേണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചു. നല്ലൊരു കഥ പറച്ചിൽ ആഗ്രഹിച്ചു. പിന്നെ നമുക്ക് ഇപ്പം പുതിയ നൂതനമായ ടെക്നോളജികളുണ്ട്, AI ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ സാധ്യതകൾ, സാറിൻ്റെ പഴയ ഫോട്ടോകളൊക്കെ വെച്ചിട്ടൊരു വലിയൊരു എഫേർട്ടായിരുന്നു. അതായത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇപ്പം വിളിച്ചു. രാവിലെ വിളിച്ചിരുന്നത് ഇപ്പം വീഡിയോ കോൾ വന്നിട്ട്. സോ ഹാപ്പിയാണ്. എനിക്കറിയില്ല, എനിക്ക് മെസ്സേജുകൾ വരുന്നത് മാത്രമേ അറിയാവുള്ളൂ. കിരീടം പോലെ ഭയങ്കര ഇമോഷണലി ഇതെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ. നല്ല സിനിമ ആയിരിക്കും എന്ന് തിരക്കഥ കിട്ടുമ്പോൾ തന്നെ അറിയായിരുന്നു. നമ്മൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ അറിയായിരുന്നു. അതിൻ്റെ റിസൾട്ട് വൈസ് അങ്ങനെയൊക്കെ നിങ്ങൾ പറയുമ്പോൾ സന്തോഷം. എനിക്ക് ബാക്കി പുറത്തുനിന്നൊക്കെ ഒന്ന് കോള് വരുന്നത് നല്ല കറക്റ്റ് ഒരു ഫീഡ്ബാക്ക് അറിയുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ പരിചയക്കാരെ സ്വന്തക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അറിയില്ല കറക്റ്റ് ഫീഡ്ബാക്കുകൾ. എനിവേ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നില്ല. സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇത്തവണ ഓപ്പോസിറ്റ് അഭിനയം വല്ലാത്തൊരു ക്രേസി അനുഭവമായിരിക്കും. തീർച്ചയായും ഇന്റർവ്യൂവിൽ പോലും ശരിക്കും എസ്പെഷ്യലി നമ്മുടെ ലാലേട്ടനുമായിട്ടൊരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് വളരെ വലുതാണ്. വളരെ ഡെപ്തുള്ളൊരു ക്യാരക്ടറാണ്. ക്യാരക്ടർ ഷെയ്ഡ് ഈ കാര്യം എന്ന് പറഞ്ഞപ്പോൾ അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്റ്റോറി ആയിട്ട് പിന്നെ ക്യാരക്ടറും നല്ലൊരു ഡെപ്ത്. പിന്നെ ലാലേട്ടൻ്റെ കൂടെ അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇറ്റ്സ് ട്രൂലി എക്സൈറ്റിംഗ്. ശരിക്കും പിന്നെ നാച്ചുറലി ദ ഹോൾ ക്രൂ വെരി കംഫർട്ടിംഗ്, ഇൻട്രസ്റ്റിംഗ്. ലാലേട്ടൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പക്ഷെ എല്ലാം കൊണ്ടും ഒരു ഭീകര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ആദ്യത്തെ ടൈറ്റിൽ കാർഡ് പോലെ തന്നെ ടൈറ്റിൽ കാർഡിൽ കാണിച്ച അതേപോലെ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട സീക്വൻസസ് ഒക്കെ കണ്ടു. എന്താണ് കംഫർട്ടബിൾ ആക്കിയിരുന്നു. അതാണ്
പേടിച്ചു പോയി. കാരണം കുറച്ച് ഷോട്ട് എടുക്കേണ്ടി വന്നു. പക്ഷെ മാമിനെ ഹഗ് ചെയ്ത് പറഞ്ഞു അമ്മയായിട്ട് കണ്ടാൽ മതി, ഒരു പ്രശ്നമില്ല. അപ്പോൾ നല്ലോണം കംഫർട്ടബിൾ ആക്കി. അതാണ് എൻ്റെ ഏറ്റവും മൊത്തത്തിൽ സിനിമ കണ്ടപ്പോൾ എന്താ ഫീൽ ചെയ്തത്? അയ്യോ, ഞാൻ ശരിക്കും ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞു. കോമഡിയൊക്കെ നല്ലോണം വർക്കൗട്ടായി. മാസ് സീനുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവരുന്ന നല്ല സന്തോഷം. ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഒന്നും പറയാനില്ല. ക്രിസ്ത്യൻ കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ലാലേട്ടൻ്റെ മൂവിയാണ്. ഫാമിലി മൂവിയാണ്. ശോഭനമായി നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും ലാസ്റ്റ് ടൈം അടിപൊളി. പിന്നെ ഡയറക്ഷൻ പറയാതിരിക്കാൻ വയ്യ. നല്ല ഡയറക്ടറാണ്. നന്നായിട്ട് ഡയറക്ടറാണ്. വിൻറ്റേജ് ലാലേട്ടനെ കണ്ടത്. സോറി, വിൻറ്റേജ് ലാലേട്ടനെ കണ്ടത്. ഫാമിലിയിൽ എല്ലാ ഫാമിലിയിലും നന്നായിട്ട് കാണും. എല്ലാ ഫാമിലി മൂവിയാണ്. എല്ലാവരും വന്ന് കാണണം. തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. സൂപ്പർ മൂവി.